ഭഗവാനെ, ഇനിയും പരീക്ഷണങ്ങൾ എന്റെ മേൽ വന്ന് പതിക്കരുതേ. സഹിക്കാവുന്നതിനും പരമാവധി ഞാൻ സഹിച്ചു. ആഴക്കടലിലെ നടും ചുഴിയിൽപ്പെട്ട എനിക്ക് ഒരു പിടിവള്ളി കിട്ടിയതാണേ. വായു ഭഗവാനെ. ഡ്രൈവർ മുരളി ഇങ്ങോട്ട് വന്നോ? മുതലാളി പുറത്തു പോവാൻ നിൽക്കുക. അവനെ ഇവിടെ എങ്ങും കാണുന്നില്ല. ഡ്രൈവർ എങ്ങനെ ഇവിടെ കാണുന്നത്? കടവുളെ, സാർ എന്തോ അത്യാവശ്യത്തിന് പോകാൻ നിൽക്കുകയാണല്ലോ. അവനെ ഒട്ട് കാണാനും ഇല്ല. അത്ര അത്യാവശ്യമാണെങ്കിൽ മുതലാളിയോട് വല്ല ബസ്സിലും കയറി പോകാൻ പറ. ശരി, പറഞ്ഞു നോക്കാം. 3 ഡ്രൈവർമാരുള്ള വീടാണ്. ഒരു ആവശ്യം വരുമ്പോൾ ഒരുത്തരമില്ല. എല്ലാത്തിനും ഞാൻ ചവിട്ടി പുറത്താക്കും. കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി, ഇവിടെ. നീ ഡ്രൈവിംഗ് പഠിച്ചവനല്ലേ? അല്ലേന്ന് ഉണരൂ വേഗം. ഇതാ ഞാൻ നിനക്കൊരവസരം കൂടി തരുന്നു. ചെല്ല്. ഞാൻ ഡ്രൈവ് ചെയ്യാം സാർ. ആ കീഞ്ഞ് തരും. നിനക്ക് ഡ്രൈവിംഗ് അറിയാമോ? അറിയാം. മിടുക്കനവൻ. അടിസ്ഥാന വർഗം ഒരിക്കലും ബൂർഷ്വ മുതലാളിത്വത്തിന് മുന്നിൽ മുട്ടുമടക്കിയ ചരിത്രമില്ല. സമരം തുടരും. സമാധാനപരമായ സമീപനം ഞങ്ങൾ ഉപേക്ഷിക്കും. മെയിൻ ഗേറ്റ് പിക്കറ്റിംഗ് നടത്തും. ഈ സമരം ഒഴിവാക്കാനാണ് നേതാക്കന്മാരെ നിങ്ങൾ വിളിപ്പിച്ചത്. 1 മാസത്തെ ശമ്പളം ബോണസായി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? 1 മാസത്തെ ശമ്പളം ബോണസായി നൽകുമ്പോൾ കമ്പനി വഹിക്കേണ്ടി വരുന്ന ഭാരിച്ച കടബാധ്യതയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഈ ചർച്ച അലസി പിരിഞ്ഞിരിക്കുന്നു. വാടോ, എങ്ങനെയെങ്കിലും സമരം തീർക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല. എന്താ ചെയ്യാ സാർ? ആലോചിച്ചാൽ നമുക്കിത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. നിലവിലുള്ള ബോണസ് അമൗണ്ടിനേക്കാൾ എത്ര കൂടുതലാണ് അവർ ആവശ്യപ്പെടുന്നതെന്ന് കൃഷ്ണൻകുട്ടിക്ക് അറിയാമോ? അറിയാം സാർ. നമുക്കാകെയുള്ള കമ്പനി വരുമാനം 1.25 കോടി രൂപ. റോ മെറ്റീരിയലും ലേബർ ചാർജും അടക്കം നമ്മൾ മുടക്കുന്ന 40% മുതലിന് കിട്ടുന്ന ലാഭത്തിന്റെ 20% ബോണസായി കൊടുക്കാമെന്ന് പറയുമ്പോൾ യൂണിയൻകാർ എതിർക്കുന്നു. അവർ 1 മാസത്തെ ശമ്പളം ബോണസായി വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കും സാർ. എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? സാർ, നമ്മുടെ ബോണസ് വിതരണ മാസം ഒന്ന് ചേഞ്ച് ചെയ്യണം. മാർച്ച് എന്നുള്ളത് ഫെബ്രുവരി ആക്കി മാറ്റണം. മാസം മാറിയെന്ന് കരുതി പണം നഷ്ടമാവേണ്ടിരിക്കുമോ? ഇരിക്കും സാർ. 20% ബോണസിനേക്കാൾ താഴെയാണ് 28 ദിവസമുള്ള ഫെബ്രുവരി മാസത്തിലെ ശമ്പളത്തുക. അതൊരു നല്ല പോയിന്റാണ്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തെടുത്താണ് സാർ. കഴിഞ്ഞ 3 വർഷത്തെ നമ്മുടെ ലാഭവിഹിതം 17% വരേണ്ടതാണ്. പക്ഷേ അത് 16.04% മാത്രമേ ഉള്ളൂ. ആരാണ് സാർ ഇതിന് ഉത്തരവാദി? നമ്മുടെ ലേബേഴ്സ് തന്നെയാണ് സാർ. ജപ്പാനിലോ ജനകീയ ചൈനയിലോ ഇത് സംഭവിക്കുന്നില്ല. കാരണം അവിടുത്തെ തൊഴിലാളികൾക്ക് വർഗബോധമുണ്ട് സാർ. യു ആർ കറക്റ്റ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സാർ. கனகம், என்ன இது? நான் தூங்க போறேன். என்ன தங்கம் இது? അരുതരുത്. ഞാൻ ഇന്നു മുതൽ വ്രതത്തിലാ. അപ്പൊ ഇന്നലെയോ? ഇന്നലെ ഷഷ്ടി വ്രതം. മിനിഞ്ഞാന്നോ? മിനിഞ്ഞാന്ന് തിങ്കളാഴ്ച വ്രതം. തിങ്കളാഴ്ച വ്രതം, ചൊവ്വാഴ്ച ഷഷ്ടി വ്രതം, ബുധനാഴ്ച ഏകാദശി വ്രതം. ആഴ്ചയിൽ 7 ദിവസം നീ ഇങ്ങനെ വ്രതം നോക്കിയാൽ ഞാൻ സന്യസിക്കാൻ നിവൃത്തിയുള്ളൂ. വെള്ളിയാഴ്ചത്തെ ഉപവാസം ബുധനാഴ്ചയും കൂടി നോക്കണമെന്നാ കൃഷ്ണൻകുട്ടി പറഞ്ഞിരിക്കുന്നേ. ആര് പറഞ്ഞു? കൃഷ്ണൻകുട്ടി. ആ, അത് പറയാൻ മറന്നുട്ടോ. എന്റെ ജനനത്തീയതിയും ജനന സമയം കൂടി പറഞ്ഞു കൊടുത്തപ്പോ കൃഷ്ണൻകുട്ടി കുറച്ച് കാര്യം കൂടി പറഞ്ഞു. എന്റെ 3.5 വയസ്സ് മുതല് ഇന്നലെ വരെ നടന്നിട്ടുള്ള കാര്യങ്ങള്. അയ്യോ, അത് ഞാൻ പറയുന്നതല്ല സാർ. പിന്നെ ശാസ്ത്രം. ശാസ്ത്രിയോ? അതാരെ? ശാസ്ത്രിയല്ല, ശാസ്ത്രം, ജ്യോതിഷ ശാസ്ത്രം. ആ, എങ്കിൽ ആ ശാസ്ത്രം എന്ത് പറയുന്നു നോക്ക്. 4 14 14 4 പോയ 10. അത്തം ചിത്തിര ചോതി. ജനനം വ്യാഴത്തിലായിരുന്നല്ലേ? വ്യാഴത്തിലോ? വ്യാഴം ഉച്ചസ്ഥായി. വ്യാഴനിൽ ജനിച്ച പുരുഷൻ വാഴ്ത്തപ്പെടുന്നവൻ. 4 ആള് കൂടുന്നിടത്ത് നാട്ടാരാൽ മാനിക്കപ്പെടുന്നവൻ. ഒന്ന് വിചാരിച്ചാൽ മറ്റൊന്ന് ചെയ്യും. ചെയ്യുന്നതോ നല്ല മനസ്സോടെ. ശത്രുക്കളുണ്ട്, സൂക്ഷിക്കണം. ഒഴുക്ക് നീരിൽ തടകെട്ടും പോലെ, കൊടുങ്കാറ്റിനെ മാമരം തടുക്കും പോലെ ഗ്രഹദോഷാദികളെ തടുത്തു നിർത്തുന്ന കളത്രഭാവമാണ് സാറിന്റെ ഭാര്യ. ആ ഭവതിയുടെ ലഗ്നാധിപൻ ശുക്രാധിപത്യത്തിലാണ്. മനസ്സിൽ തോന്നുന്നു പറയുകയും പറയുന്നത് എന്തെന്ന് കേൾക്കുകയും ചെയ്യുന്ന ഈ ചേച്ചി ഒരു മനുഷ്യശ്രീയേ അല്ല, മുനികന്യക രത്നമാണ്. ലഗ്നാധിപനിൽ ശുക്രനും ശുക്രനിൽ വ്യാഴവുമുള്ള സാറും ഒരു ഈശ്വരാവതാര തുല്യനാണ്. പക്ഷെ സൂക്ഷിക്കണം. ഇപ്പൊ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടെടുത്തോളൂ.
ഭവതി തിരിച്ചുമാകാം. പിന്നോട്ട് വെച്ച കാലം മുന്നോട്ട് വെച്ചോളൂ, മുന്നോട്ട് വെച്ചോളൂ. 7-ാം വയസ്സിൽ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ 7-ാം പദത്തിൽ ശനിയുടെ അപകാരം അത് രക്ഷപ്പെടുത്തി. പട്ടി കടിച്ചിട്ടുണ്ടല്ലേ? പൂച്ച കടിച്ചു. ജ്യോതിശാസ്ത്ര പ്രകാരം പട്ടി എന്ന് അർത്ഥമാക്കുന്നത് നീച ജന്മാക്രമണത്തെയാണ്. പൂച്ചയാകാം, പശുവാകാം, കാകനോ കഴുകനോ ആകാം, സാർ അറിയാതെയാകാം, ഉറക്കത്തിനുമാകാം. ചിരിച്ചു കാണിക്കുന്ന മനുഷ്യനെ വിശ്വസിക്കുന്ന സാറിന് ഇനി നല്ല കാലമാണ്. വെച്ചടി വെച്ചടി വെച്ച് കയറ്റമാണ്. നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു കൃഷ്ണൻകുട്ടി? അതൊരു പാരമ്പര്യമാണ്. എന്റെ അമ്മാവനെ അറിയില്ലേ? ഇല്ല. ജ്യോതിഷ മഹാരത്നം കല്ലിങ്കൽ രാമൻകുട്ടി പൊതുവാൾ. കൃഷ്ണൻകുട്ടി നായരാണെന്നല്ല എന്നോട് പറഞ്ഞത്. ഞാൻ നായരാ, പക്ഷെ അമ്മാവൻ പൊതുവാളാ. അമ്മാവനിൽ നിന്ന് ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്. വൈദ്യം, നീതിസാരം, തർക്കശാസ്ത്രം, തച്ചുശാസ്ത്രം എന്ന് മാത്രമല്ല, ആൾക്കാരുടെ മുഖം നോക്കി അവരുടെ മനസ്സ് ഞാൻ വായിക്കും. നാട്ടിലെ പല പ്രമാദമായ കേസുകളും ഞാനാണ് തെളിയിച്ചിട്ടുള്ളത്. പോകെ പോകെ എല്ലാം വിശദമായി ഞാൻ പറഞ്ഞു തരാം. കൃഷ്ണൻകുട്ടി ഒരു കാര്യം ഞാൻ കാണിച്ചു. മോളെന്താ വരയ്ക്കുന്നത്? ഇത് മുത്തിന്റെ വീട്. ആ, മുത്തുന്റെ വീടാണോ? ഇതോ? മുത്തിന്റെ വീട്ടിന്റെ അടുത്തുള്ള പുഴ. അപ്പൊ ഇതോ? ഇത് മുത്തിന്റെ നിറയെ പൂക്കളുള്ള മരം. അതുപോട്ടെ, മുത്തിന്റെ വീട് മാമനൊന്ന് കാണട്ടെ. കൃഷ്ണൻകുട്ടി ചേട്ടാ, എന്തൊരു ഉറക്കം ഇത്? ഇന്ന് പത്രം എടുക്കാൻ പോണ്ടായോ? രാത്രി സിനിമയ്ക്ക് പോയല്ലേ? കൂട്ടുകൂടിയുള്ള ചുറ്റിക്കളി കുറച്ച് കൂടുന്നുണ്ട് ഈയിടെ. കൃഷ്ണൻകുട്ടി ചേട്ടാ, ചേട്ടാ. മാമ, മാമന് എന്നാ പറ്റി? മാമനൊന്നും പറ്റില്ല. മാമനെ ഒരു കാര്യം ആലോചിച്ച് കിടക്കായിരുന്നു. എന്തിനാ മാമ കരയുന്നത്? മാമൻ കരഞ്ഞതല്ല, മാമന്റെ കണ്ണിലേ കരട് പോയതാ. യെസ്, ഐ ആം സ്പീക്കിംഗ്. 1:30 ഫ്ലൈറ്റോ? ഓക്കെ. വല്ലതും പറ്റിയോ സാർ? ഇല്ല, ഒന്നും പറ്റില്ല. ആ കൃഷ്ണൻകുട്ടി, നീ വേഗം എയർപോർട്ട് വരെ ഒന്ന് പോകണം. ഇന്നലെ ഞാൻ പോയി അവിടെ എല്ലാം കണ്ടു സാർ. കാണാനല്ല കൃഷ്ണൻകുട്ടി, ഹൈദരാബാദിൽ നിന്നും എൻ്റെ ഒരു സുഹൃത്ത് വരുന്നുണ്ട്. നീ പോയി ഉടനെ കൂട്ടിക്കൊണ്ട് വരണം. ശരി സാർ. ഞാൻ ആളിന്റെ പേര് തരും. യാതൊരു കാരണവശാലും മിസ്സാവരുത്. എന്താ ഇപ്പൊ ഹൈദരാബാദിൽ നിന്ന് പെട്ടി കൊടുത്തു വിടുന്നത്? നീ കേട്ടിട്ടില്ലേ ആസ്മയ്ക്ക് വിഴുങ്ങുന്ന ഒരു തരം മീനുകളെ കുറിച്ച്? ഈ പെട്ടി നിറച്ച മീനുകൾ ആര് വിഴുങ്ങും സാർ? മീൻ ഉണ്ടെങ്കിലാണ് ഇവിടെ വിഴുങ്ങാൻ ആളില്ലാത്തത്. നീ വായിച്ചല്ലേ? ശരി. പോകാം. പോകാം.